അപ്പോൾ ഹലോ ഗായ്സ്, അപ്പോൾ അതാ ഞങ്ങൾ വൈകുന്നേരമായപ്പോൾ ഞങ്ങളെ സ്ഥലങ്ങളൊക്കെ ഒന്ന് ചുറ്റി കറങ്ങിയിട്ട് വരാൻ വിചാരിച്ചിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങളെ സ്ഥലങ്ങൾ. അപ്പോൾ ഇതിൻ്റെ സ്ഥലമൊക്കെ നിങ്ങൾ കൂടി ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞങ്ങൾ ഈ പാടത്തേക്ക് ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഞങ്ങളെ വീട് നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത്. നെൽപ്പാടുള്ള ഏരിയയാണ് ഞങ്ങളത്. അപ്പോൾ അതാ ആദ്യമൊക്കെ ഇപ്പോൾ ഈ നിൽക്കുന്ന കോൺക്രീറ്റ് റോഡ് ആദ്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഇതിപ്പോൾ അടുത്ത് വന്നതാണ് ഈ കോൺക്രീറ്റ് റോഡ് കേട്ടോ. ഒരു ചെറിയൊരു നടവരമ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞങ്ങളൊരു സ്വഭാവം എന്താ വെച്ചാൽ ഒരാളങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങിയെന്നുണ്ടെങ്കിൽ അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ ഞങ്ങൾ പിന്നാലെ പോകുന്നുള്ളൂ. മേമുണ്ട്, അമ്മായിയുണ്ട്, മാമൻ്റെ മോളുണ്ട്, അനിയത്തിയുണ്ട്, അനിയത്തിൻ്റെ കുട്ടികളുണ്ട്, എല്ലാവരും കൂടി അപ്പോൾ ആ പാടങ്ങളുണ്ട് നിറഞ്ഞു. അപ്പം ഞങ്ങൾ പോണ വഴി തന്നെയായിരുന്നു ഞങ്ങൾ അയൽവാസി ബിന്ദു ചേച്ചി പുളി ഉണക്കാനിട്ടിരുന്നു കേട്ടോ. അത് കണ്ടപ്പോൾ പിന്നെ ഞങ്ങളല്ലേ ഗായ്സ് അത് അവിടെ നിന്ന് എടുക്കാതെ പോരുമോ, അതിന് ഞങ്ങളത് അവിടെ നിന്ന് എടുത്തിട്ടാണ് പിന്നെ ഞങ്ങളെ നടത്താം. അപ്പോൾ പാടമൊക്കെ കാണുമ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളെ പഴയ കാലമൊക്കെ ഓർമ്മ വന്നിട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഏത് മാവ് കണ്ടാലും അവിടെ പോയിട്ട് മാങ്ങ എറിഞ്ഞിട്ട് കണ്ട ആ പറമ്പിലുള്ള മാങ്ങ ഒക്കെ ഉണ്ടായിരുന്നു. ആ പറമ്പിലുള്ള മാങ്ങ ഒക്കെ എറിഞ്ഞടിച്ചിട്ട് ഞങ്ങൾ ഉപ്പും മുളകും വെളിച്ചെണ്ണയും ഒക്കെ കൂടി കൂട്ടിയിട്ട് ഇരുന്നിട്ട് കുറച്ച് വെള്ളം ഞങ്ങൾ ആദ്യം കൊണ്ടുപോകും. എന്നിട്ട് പിന്നെ അതൊക്കെ അവിടെ ഇരുന്ന് തിന്നതിൻ്റെ ശേഷം ഞങ്ങൾ വീട്ടിൽ കയറിട്ടാ. സ്കൂൾ ലീവായാൽ പിന്നെ പറയും വേണ്ട, ഞങ്ങൾക്ക് എപ്പോഴാണ് അവിടെ നിന്ന് പോരാൻ തോന്നുന്നത് അപ്പോഴേ ഞങ്ങൾ വീട്ടിലേക്ക് വരുള്ളൂ. അതുവരെ അവിടെ ഇരുന്നിട്ട് അതൊക്കെ തിന്ന് ഒരുപാട് കളികൾ ആ മരത്തിൻ്റെ ചുവട്ടിലിരുന്ന് കളിച്ചിട്ടായിരിക്കട്ടെ ഞങ്ങൾ വീട്ടിലേക്ക് വരുന്നത്. കുറേ നേരം ഇങ്ങനെ നടന്നപ്പോൾ എൻ്റെ അനിയത്തി മാം ഇരിക്കാനൊരു സീറ്റ് കണ്ടപ്പോൾ അവിടെ ഇരുന്നിട്ടാ. അപ്പോൾ ഈ കാണുന്ന ഈ സ്ഥലം അതാ ആ കുണ്ടിലൊക്കെ ഞങ്ങൾ മീൻ ചൂണ്ടലിട്ട് നടന്നിരുന്നു കേട്ടോ. ഇപ്പോൾ ഒക്കെ അതിങ്ങനെ അവിടെ വന്നപ്പോൾ ഇങ്ങനെ ആലോചിക്കുമ്പോൾ വല്ലാത്തൊരു ഫീല്. അന്നൊക്കെ ഈ ചൂണ്ടലിടുമ്പോൾ മണ്ണിരനെ കോർത്തിട്ട് ഇടുമ്പോൾ ഒന്നും മണ്ണിരനെ പിടിക്കാനൊന്നും ഒരു മടി ഉണ്ടായിരുന്നില്ല. അതിനങ്ങോട്ട് ചളിയിൽ നിന്ന് ഇങ്ങോട്ട് വാരി എടുത്തിട്ടൊക്കെ ഞങ്ങൾ കോർത്തിട്ടിടായിരുന്നു. ഇപ്പോഴോ നമ്മൾ മണ്ണിരനൊക്കെ തൊടുകയോ എന്തറപ്പാണ് ഇപ്പോൾ കാണുമ്പോൾ. മക്കൾ എൻ്റെ വീട്ടിൽ വരുമ്പോഴാണ് ഇവർ ചൂണ്ടലൊക്കെ എടുത്തിട്ട് എൻ്റെ അച്ഛൻ പോകുമ്പോൾ ഒപ്പൊക്കെ പോവാറുള്ളത് കേട്ടോ. അപ്പോൾ അവർ പോകുമ്പോൾ ഞങ്ങൾ ചീത്ത അറിയും കേട്ടോ. ഞങ്ങൾ ഇതിൻ്റെ ഉസ്താദുമാരായിരുന്നു എന്നുള്ളത് അവർക്ക് അറിയില്ലല്ലോ. കുളിച്ചിരുന്നൊക്കെ സ്ഥലം കാണിച്ചേ അവിടെയും അവിടെ കരുതിട്ട് തല്ലുണ്ടാക്കലാണ് ഇവിടെ പണി. ഇവരെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല. കളിക്കാൻ പറഞ്ഞപ്പോൾ കളിച്ചില്ല കേട്ടോ. അപ്പോൾ അവിടെ നിന്നിട്ട് കളിക്കലാണ്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ സൂപ്പും കായ എന്നാണ് ഞങ്ങൾ ചെറുപ്പത്തിലൊക്കെ പറഞ്ഞിരുന്നത്. ഇത് വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഇത് നല്ല ഉരത്തിയാൽ അതിങ്ങനെ പത വരും കേട്ടോ. ഞങ്ങൾ അന്നത്തെ കളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഒരു അളുക്കിലാക്കിയിട്ട് സ്കൂളിൽ കൊണ്ടുപോയിട്ട് അവിടെ ഇരുന്നിട്ട് പതപ്പിച്ച് കളിക്കലായിരുന്നു കേട്ടോ. അപ്പോൾ ഈ പാടത്തേക്ക് ഇങ്ങനെ ഇറങ്ങിയപ്പോൾ നമുക്ക് ഒരു ചെറിയൊരു പുൽക്കൂട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്കുള്ള പുല്ല് സെറ്റ് ചെയ്യാനുള്ള പുല്ലും കൂടി നമുക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടോ. അപ്പോൾ ഞങ്ങളെ കുട്ടിക്കാലത്ത് ഈ പുല്ലൊക്കെ എന്തിനെടുത്തിട്ടുണ്ടായിരുന്നെന്ന് അറിയാം. നമ്മൾ കുഞ്ഞു കുഞ്ഞു വീടുകളൊക്കെ ഉണ്ടാക്കുമായിരുന്നു. ഞങ്ങൾ ഇവിടുന്ന് പാടത്തുനിന്ന് ചെടി എടുത്തുകൊടുന്നിട്ട് വീട് രൂപത്തിൽ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നമ്മൾ വിരിച്ച പോലെ ഇട്ടിട്ട് ഇങ്ങനെ അതിലാണ് ചളിയിലിരിക്കേണ്ട ആവശ്യമില്ല, മണ്ണിലിരിക്കേണ്ട ആവശ്യമില്ല. ഈ പുല്ല് അതിൻ്റെ ഉള്ളിൽ കുടന്നിട്ടിട്ടാണ് അതിലാണ് ഞങ്ങൾ ഇരിക്കലുണ്ടായിരുന്നത്. അങ്ങനെയായിരുന്നു ഞങ്ങൾ വീട് വെച്ച് കളിച്ചിരുന്നു കേട്ടോ. അങ്ങനെ അതും പറിച്ചിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ്. അവിടെയുള്ള സ്ഥലങ്ങളൊക്കെ കണ്ട് കഴിഞ്ഞ് ഇനിയിപ്പോൾ ഇതേതാ സ്ഥലം എന്ന് വെച്ചാൽ അപ്പോൾ ഇതിലിരുന്ന് ഞങ്ങൾ കുളിച്ചിരുന്നത് കേട്ടോ. കുളിക്കലും തിരുമ്പലൊക്കെ നല്ല വെള്ളമായിരുന്നു ആ സമയത്തൊക്കെ. ഇപ്പം ആരും പോവാറില്ല. അപ്പോൾ എൻ്റെ സ്ഥലത്തെ കാഴ്ചകളും പിന്നെ എൻ്റെ കുട്ടിക്കാലത്തെ ഓർമ്മകളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ മുന്നിൽ പങ്കുവച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ.